രാമനാട്ടുകരയിൽ MP ഹരിദാസൻ അനുസ്മരണവും വൃക്കരോഗ ബോധവൽക്കരണവും നടത്തി. മുട്ടംകൊന്ന് സമത വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഭാനു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. രാമനാട്ടുകര മുട്ടുംകുന്ന് സമത വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ MP ഹരിദാസൻ അനുസ്മരണവും വൃക്കരോഗ ബോധവൽക്കരണവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ഭാനു പ്രകാശ് നിർവഹിച്ചു. സമത പ്രസിഡന്റ് M മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വൃക്കരോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്നേഹസ്പർശം കോർഡിനേറ്റർ N ശ്രീരാജ് ക്ലാസ് എടുത്തു. നമ്മുടെ രക്തം എങ്ങനെ മലിനമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് ദഹനം നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലുള്ള പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതും ഇതിനകത്ത് ഉണ്ടാവും അല്ലെ. നമ്മളൊരു എന്തെങ്കിലും ഒരു വീട്ടിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുകയാണ്, അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുണ്ടാവും നമുക്ക് കളയേണ്ട കുറച്ചുണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും അല്ലെ. എന്തുണ്ടാക്കിയാലും പുട്ടുണ്ടാക്കി കഴിഞ്ഞാലും ഉണ്ടാവും അല്ലെ, എന്തുണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. വേസ്റ്റ് മീൻസ് നമുക്ക് ആവശ്യമില്ലാത്ത ചിരട്ട അല്ലെ, തേങ്ങ ചിരകി കഴിഞ്ഞു, ചിരട്ട ആവശ്യമുണ്ടോ? ചിരട്ടയും പുട്ടിലിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചിരട്ട നമ്മൾ കളയും. അതേപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളതിനെ നിലനിർത്തുകയും ആവശ്യമില്ലാത്തതും രക്തത്തിലേക്ക് ലയിച്ചു ചേരുന്ന സമയത്ത് ആ രക്തം ആണ് മലിനമാകുന്നത് അല്ലെ. അങ്ങനെ മലിനമാവുന്ന രക്തത്തെയാണ് വൃക്കകൾ എന്ത് ചെയ്യുന്നത്? 24 മണിക്കൂറും നമ്മുടെ ശരീരത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രം കമ്മ്യൂണിറ്റി നഴ്സ് കെ ലീലാവതിയെ MP റോഷിൽ ദാസ് ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭ ഉപാധ്യക്ഷൻ K സുരേഷ്, സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ P രമ, സമത സെക്രട്ടറി KP മോഹൻദാസ്, PK രാമചന്ദ്രൻ, കൗൺസിലർ T ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക.